അവസാനിക്കുന്നതോടൊക്കെ മണിച്ചേട്ടന്റെ പാട്ട് വെച്ചിട്ട് ഫൈറ്റ് ഉണ്ട്. അത് ഗംഭീരമായിട്ട് തിയേറ്ററിൽ ആഘോഷിച്ചായിരുന്നു. അത് തുടക്കത്തിൽ ഇതിന്റെ മണിച്ചേട്ടന്റെ പാട്ട് തന്നെയായിരുന്നു. 3 പാട്ടും 3-4 പാട്ട് വരുന്നുണ്ട്. 3 പാട്ട് ഇല്ല. ആദ്യം നമ്മളിങ്ങനെ ധനിച്ചിങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കും തോന്നി, കാരണം വെച്ചാല് മണിയുടെ ഒരു പ്രസൻസ് നമുക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും മണീനെ മിസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ പറഞ്ഞു നല്ല കാര്യമാണത് എന്നുള്ളത് പറഞ്ഞു. പിന്നെ അത് ആദ്യം ഒരു പാട്ട് മൊത്തത്തിൽ ബട്ട്ലറുടെ പാട്ട് ഇടാന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു അത് അതിനേക്കാൾ നല്ലത് വേറെ പാട്ടും കൂടി എടുക്കുക. അപ്പോഴാണ് മണിയുടെ പാട്ടും പിന്നെ ലാലേട്ടൻ്റെ പടത്തിലെ പാട്ടും. അപ്പോൾ ശരിക്കും പ്രേക്ഷകൻ ചിലപ്പോൾ ലാലേട്ടൻ്റെ ഒരു അടുത്ത എൻട്രി വരാൻ പോവുകയാണെന്ന് ചിലപ്പോൾ ഇതാ. പക്ഷെ ലാലേട്ടനോട് കൂടുതൽ ഇഷ്ടമുള്ള ആളാ മോഹൻലാൽ ഫാൻസ് ഒക്കെ ആ സമയത്ത് നാച്ചുറലി ലാലേട്ടൻ ഈ സിനിമയിലുണ്ടെന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ വരവുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ആഘോഷമാക്കാന്ന് പറയില്ല. അപ്പൊ യൂത്തിന് ഏറ്റവും കൂടുതൽ ആഘോഷമാക്കാവുന്ന പാട്ടുകളാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഗോപി മിക്സ് ചെയ്യും, റീമിക്സ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഒരു അപ്ഡേഷൻ ചോദിക്കട്ടെ. കുറച്ചു കാലം മുന്നേ ഒരു ഫിലിം അനൗൺസിന് പറക്കും പപ്പൻ, അതിന്റെ നിലവിലുള്ള അപ്ഡേഷൻ എന്താണ്? അതിപ്പോ ഉടനെ തന്നെ ഉണ്ടാവും. ദൈവം അനുഗ്രഹിച്ച് ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടി. സൂപ്പർ ഹീറോ പരിപാടിയാണ് കാണും. അന്ന് ഒരു സൂപ്പർ ഹീറോ പരിപാടിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ലോക്കലാണ് പപ്പൻ. ലോക്കലാണ്, സാധാരണക്കാരൻ. ലോക്കൽ സൂപ്പർ ഹീറോ. അല്ല, ഒരുപാട് ആൾക്കാർ വന്ന് സ്നേഹത്തിലൂടെ സംസാരിക്കുകയും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്ന മൊമെന്റ് അതിൽ എന്നെ മീൻസ് നമ്മൾ ടച്ച് ചെയ്യുന്ന പറഞ്ഞാൽ ഒന്നോടനെ ചേർത്ത് പിടിച്ച് ഒരു അമ്മൂമ്മ വന്നിട്ട് ഉമ്മൊക്കെയൊക്കെ ചെയ്തു. മീൻസ് അതൊക്കെ നമുക്ക് എന്നാ വെച്ചാൽ ഈ നേരെ കണ്ടിട്ടില്ല, ഒന്നുമില്ല, എന്നെ സ്ക്രീനിലൂടെ മാത്രം കണ്ട് നമ്മളോടുള്ള സ്നേഹം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ, ഇതെല്ലാം നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലേ നമ്മുടെ ഒരു സിനിമ വന്ന സമയത്ത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും കാലം അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ വന്ന് എടുത്തു പറയേണ്ട പടങ്ങളിലൊന്നാണ് പപ്പ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ എല്ലാവരും, ഇപ്പം ഇന്നലെയൊക്കെ നമ്മൾ തൃശ്ശൂരൊക്കെ ചെല്ലുമ്പോൾ ഉള്ള ആവേശം, അല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കവിതാ തിയേറ്ററിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ചെറുപ്പക്കാരും എല്ലാവരും കൂടി വന്നു. പിന്നെ ഇപ്പം അതിനുശേഷമാണ് ഫാമിലി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊടുപുഴ ആശീർവാദ് സിനിമാസിൽ പോയപ്പോഴാണ് ഫാമിലിയുടെ ഇടയിൽ നിന്നാണ് ഒരു അമ്മൂമ്മ ഓടി വന്നിട്ട്, പിന്നെ അത് അകത്ത് വന്നപ്പോൾ ആ പൂപ്പിന് കുറേ പേര് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട്. അപ്പം അതൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെ.